നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നു ജ്യോതിഷ വിഷയം നിങ്ങളുടെ നാളെ. നിങ്ങളുടെ നാളെയിൽ നാം പ്രതിപാദിക്കുന്ന നാളത്തെ ദിനം 2026 ആഗസ്റ്റ് മാസം 5-ാം തീയതി, അതായത് 1201 കർക്കിടക മാസം 20-ാം തീയതി ബുധവാരം. ബുധനാഴ്ച നാം സൗമ്യവാരം എന്നൊക്കെ പറയും. ബോധനവാരം, സൗമ്യവാരം, ബുധവാരം. നാളെ ബുധനാഴ്ച സൂര്യോദയം തൃശ്ശൂരിൽ 6:18 അസ്തമയം വൈകിട്ട് 6:44 ഉച്ചയ്ക്ക് 12 മുതൽ 1:30 വരെയുള്ള സമയം രാഹുകാലം. എന്നാൽ ശുഭകാര്യങ്ങളൊന്നും തന്നെ രാഹുകാലത്ത് അനുഷ്ഠിക്കാറില്ല. നാളത്തെ തിഥി കറുത്തപക്ഷത്തിലെ സപ്തമി തിഥിയാകുന്നു. ഇവിടെ സപ്തമി എന്നാൽ 7ാമത്തെ തിഥിയാണ്. ഇവിടെ അമാവാസിയുടെ അടുത്ത് വരികയാണ്. ഒരാഴ്ചക്കുള്ളിൽ അമാവാസി വരും. കർക്കിടക മാസത്തിലെ കറുത്തവാവിന് വളരെയധികം സവിശേഷതകളുണ്ട്. പിതൃകർമ്മം ചെയ്യാൻ ഏറ്റവും അനുകൂലമായ മാസമാകുന്നു കർക്കിടക മാസത്തിലെ അമാവാസി. ഏതായാലും ചന്ദ്രൻ ദുർബലമായി സപ്തമി തിഥി കറുത്തപക്ഷത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ചന്ദ്രന് പക്ഷോദ്ഭവം ഹിമകരസ്യ വിശിഷ്ടമാണ്. ചന്ദ്രൻ പക്ഷബലം, രശ്മികൾക്കാണ് ചന്ദ്രന് ബലം. അതിനാൽ വെളുത്ത പക്ഷത്തിന് ചന്ദ്രൻ്റെ രശ്മികൾക്ക് വളരെയധികം പ്രകാശവത്താകും. കറുത്ത പക്ഷത്തിലാണെങ്കിൽ അത് ദുർബലമായി വരികയും ചെയ്യും. നാളെ ബുധനാഴ്ചത്തെ നക്ഷത്രം അശ്വതി നക്ഷത്രമാകുന്നു. അശ്വതി ശുഭനക്ഷത്രമാണ്. അശ്വതി അശ്വിനി ദേവതകളുടെ നക്ഷത്രമാണ്. പലപ്പോഴും മരുന്ന് കഴിക്കാൻ എല്ലാ ശുഭകാര്യത്തിനും നാം അശ്വതി നക്ഷത്രം ഉപയോഗിക്കും. കാരണം എന്താണ്? അത് ഉത്രത്രയത്തിൽ പെടുന്ന നക്ഷത്രങ്ങളാണ്. ഉത്രത്രയം എന്ന 9 നക്ഷത്രങ്ങളിൽ ഒരു നക്ഷത്രമാകുന്നു അശ്വതി. ഉത്രമത്തം ചിത്ര, ഉത്രാടം തിരുവോണം അവിട്ടം, ഉത്രട്ടാതി രേവതി അശ്വതി. മരുന്ന് കഴിപ്പാൻ ഏറ്റവും നല്ല ദിവസമാണ് അശ്വതി നക്ഷത്രം. നാളെ ഗർഭിണികളും നാൽക്കാലികളും സഞ്ചരിക്കാൻ പാടില്ലാത്ത ദിനമാണെന്ന് നിങ്ങൾ അറിയുക. നാളെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ശുഭമുഹൂർത്തങ്ങളും ശ്രദ്ധിക്കുക. കാലത്ത് 9:20 മുതൽ 10:15 വരെയുള്ള സമയവും, ആഫ്റ്റർനൂൺ രാഹുകാലം കഴിഞ്ഞ് 1:45 മുതൽ 2:15 വരെയുള്ള സമയവും. എല്ലാ ശുഭകാര്യങ്ങൾക്കും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സമയം കാണാവുന്നതാണ്. നാളെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ പ്രാർത്ഥന എന്താണ്? ഓം രാഘവേ നമഃ, ഓം കേതവേ നമഃ. അപ്രകാരത്തിൻ്റെ സർപ്പക്ഷേത്രത്തിൽ ആയില്യപൂജ, സർപ്പബലി ചെയ്യുക. കേരളത്തിന് വെളിയിലുള്ള എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എന്ത് ചെയ്യാം? നവഗ്രഹത്തിൽ രാഹുകേതു അർച്ചന ചെയ്യുന്നത് വളരെ അനുകൂലമാണെന്ന് അറിയുക. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ നല്ലൊരു ദിനത്തെ, നാളത്തെ ദിനത്തെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.